ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SLC +1 +2 2024 റിസൾട്ട് വരുന്ന ഒഫീഷ്യൽ ഡേറ്റ് വന്നോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC +1 +2 റിസൾട്ട് 2024 റിസൾട്ട് വരുന്ന ഒഫീഷ്യൽ ഡേറ്റ് വന്നോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇപ്പോൾ എന്താണ് SLCയുടെ റിസൾട്ട് ഇപ്പോൾ വരുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്നത് മെയ് 15 ഉള്ളിലാണ്. കഴിഞ്ഞ വർഷത്തെ SLC റിസൾട്ടിൻ്റെ ഡേറ്റ് മെയ് 19. ഈ വർഷം 15 വരുമെന്ന് വിദ്യാർത്ഥികളല്ല പല വീഡിയോകളിൽ ഞാൻ കണ്ടു. 15 വരും, 10 വരും, 5 ആകുമ്പോഴത്തേക്കും വരുമോ എന്നൊക്കെ പല വീഡിയോകളിലും ഞാൻ കണ്ടു. അപ്പോൾ അതിലേതാണ് കൃത്യമായ ഡേറ്റ്? അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്നതിന് കാരണം വെച്ചാൽ വാല്യുവേഷൻ നേരത്തെ കഴിഞ്ഞു, അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഒരു ഒഫീഷ്യൽ ഡേറ്റ് അല്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടില്ല, ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതാണ് നിലവിലെ സത്യാവസ്ഥ. SLC റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെയ് 20 നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, 20 ഡിക്ലെയർ ചെയ്ത ഡേറ്റ്, 20 കൺഫർമേഷൻ പറഞ്ഞ ഡേറ്റ്. പക്ഷെ എന്നാൽ പോലും മെയ് 19 റിസൾട്ട് വന്നു. +1 റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മെയ് മാസത്തിൽ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഒരു ജൂൺ ഓർ ജൂലൈയിൽ പ്രതീക്ഷിച്ചാൽ മതി. കഴിഞ്ഞ വർഷം ജൂലൈ 15 +1 റിസൾട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഇത്തവണയും ഒരു ജൂൺ ഓർ ജൂലൈ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ +1 നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. +2 എന്ത് ചെയ്യാം, മെയ് 25 റിസൾട്ട് പ്രതീക്ഷിക്കാം. കാരണം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് മെയ് 25 വന്നത്. ഈ വർഷം നിങ്ങൾക്ക് മെയ് 25 അതിനുള്ളിലോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡേറ്റ് വരാത്തതുകൊണ്ടാണ് അതിനുള്ളിൽ നിന്നൊക്കെ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് താരതമ്യം ചെയ്ത് എല്ലാം നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വെച്ചാണ് ഈ വർഷത്തെ റിസൾട്ട് വരാൻ സാധ്യതയുള്ള ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. തോൽക്കുമെന്ന് പേടിയുള്ളവ നിർബന്ധമായും കാണും. SLCക്ക് തോൽവി ശതമാനം വളരെ കുറവാണ്. +1 +2 പക്ഷേ എന്ത് ചെയ്യണം, എഴുതിയെടുക്കുക തന്നെ ചെയ്യണം. CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല. ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ എന്തായാലും തന്നെ എഴുതിയെടുക്കുക തന്നെ വേണം. SLCക്ക് CE മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും. +2 24 മാർക്ക് എഴുതിയെടുക്കുന്ന ഒരു കുട്ടിക്ക് മാത്രം, അതായത് 6 വിഷയങ്ങളിൽ 24 മാർക്ക് വീതം എഴുതിയെടുക്കുന്ന കുട്ടി മാത്രമേ +1 +2 പാസ്സാകുകയുള്ളൂ. അതിൽ ജസ്റ്റ് പോയാൽ 1-2 സബ്ജക്റ്റുകൾ മാത്രമാണ് 60 മാർക്കിൻ്റെ പരീക്ഷ. അതിൽ 18 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുകയും വേണം. എന്നാൽ മാത്രമേ പാസ്സായി പോവുകയുള്ളൂ. അപ്പോൾ SLCക്ക് തോൽവി ശതമാനം എപ്പോഴും വളരെ കുറവാണ്. അധികം തോൽവി ഉണ്ടാകാറില്ല. +1 +2 കാര്യമൊക്കെ നമുക്ക് റിസൾട്ട് വന്നു കഴിയുമ്പോൾ വിചാരിക്കാം. എന്തായാലും പേടിക്കേണ്ട. അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ഒരു 22 അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ +1 +2 22 മാർക്കൊക്കെ കിട്ടിയാൽ അതെങ്ങനെയും അവർ 24 തരും. പേടിക്കേണ്ട. 22 കിട്ടി എങ്ങനെയും 24 അതെങ്ങനെയും നിങ്ങൾ പേടിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അതുവരെയും ബൈ.